ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഫ്യുവൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഫ്യുവൽ ആൻഡ് ഫ്യുവൽ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഫീഡ് പമ്പ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. അതായത് ഡീസൽ ഫ്യുവൽ സിസ്റ്റമാണ് പോകുന്നത്. അതിൽ ഫീഡ് പമ്പ് വരെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫീഡ് പമ്പിന് ശേഷം കമ്പോണൻസ് ഓഫ് ഫ്യുവൽ സിസ്റ്റം അല്ലേ, ഡീസൽ എഞ്ചിൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കമ്പോണൻ്റ് എടുത്തെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഫ്യുവൽ ടാങ്ക് പഠിച്ചു, ഫ്യുവൽ ഫിൽറ്റർ പഠിച്ചു, വാട്ടർ സെപ്പറേറ്റർ പഠിച്ചു, ഫീഡ് പമ്പ് പഠിച്ചു. ദെൻ അടുത്തത് FIP ആണ്, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ആരും കാണാതിരിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കാണുക. എല്ലാ ക്ലാസ്സുകളും, ഇതെന്നല്ല, എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് കാണുക, നോട്ട് എഴുതുക, റെക്കോർഡ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് FIP ആണ്, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. എന്താണ് FIP നോക്കാം നമുക്ക്. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്സ് ആർ ഡിസൈൻഡ് ടു ഡെലിവർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ ടു ദി കമ്പസ്റ്റൻ ചേംബർ ത്രൂ ആൻ ഇഞ്ചക്ടർ അറ്റ് എ സ്പെസിഫിക് ടൈം. ഇത്രയേ ഉള്ളൂ FIP എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ, കുറച്ച് ഫ്യുവൽ ഡെലിവർ ചെയ്യുന്നു. എങ്ങോട്ട്? കമ്പസ്റ്റൻ ചേംബറിനകത്തേക്ക്. കമ്പസ്റ്റൻ ചേംബറിനകത്തേക്ക് എന്ത് ചെയ്യണം? ഫ്യുവലിനെ കൊടുക്കണം. ആര്? FIP കൊടുക്കുന്നു. ആര് വഴി? ത്രൂ ഇഞ്ചക്ടർ എ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫിക് ടൈമിൽ അത് വേണ്ട സമയത്ത്, എപ്പോഴും നമ്മൾ ഫ്യുവൽ കൊടുക്കേണ്ട ആവശ്യമില്ല കമ്പസ്റ്റൻ ചേംബറിലേക്ക്. എപ്പോഴാണ് ഫ്യൂവൽ പോകുന്നത്? സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. 4 സ്ട്രോക്ക് ഉണ്ടെന്നറിയാം നമുക്ക്. സ്ട്രോക്കുകൾ 4 പഠിച്ചതാണ്. അത് പെട്രോൾ എഞ്ചിൻ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചു, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ പഠിച്ചു. അപ്പോൾ ഡീസൽ എഞ്ചിൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, സക്ഷൻ, കംപ്രഷൻ, പവർ സ്ട്രോക്കിൽ ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. ആരാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്? ഇഞ്ചക്ടറാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഇഞ്ചക്ടറിലേക്ക് ഫ്യുവലിനെ എത്തിക്കുന്നത് ആരാണ്? സ്പെസിഫിക് ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര അളവിലാണോ ഡീസൽ വേണ്ടത്, ആ അളവിൽ ഡീസലിനെ പ്രഷറൈസ് ചെയ്ത് ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ FIP ആണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന FIP ആണ്. അപ്പോൾ അതാണ് ആ ഒരു സിംഗിൾ ലൈനിൽ എഴുതിയിരിക്കുന്ന FIPയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്സ് ആർ ഡിസൈൻഡ് ടു ഡെലിവർ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഫ്യുവൽ ടു ദി കമ്പസ്റ്റൻ ചേംബർ ത്രൂ ആൻ ഇഞ്ചക്ടർ അറ്റ് എ സ്പെസിഫിക് ടൈം. ഓക്കെ, ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് FIP ആണ്. ടൈപ്സ് ഓഫ് FIP ഇപ്പോൾ 2 ടൈപ്പാണ് പ്രധാനമായിട്ടും നമുക്ക് FIPയിൽ പഠിക്കാനുള്ളത്. ഇൻലൈൻ പമ്പും ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് പമ്പും. അപ്പോൾ ഇൻലൈൻ പമ്പ് എന്ന് പറയുന്ന ഒരു FIP ഉണ്ട്. അടുത്തത് ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ്. അപ്പോൾ 2 പേരാണ്. ഡിസ്ട്രിബ്യൂട്ടർ എന്നും വിളിക്കും ആ FIPയെ, ഡിസ്ട്രിബ്യൂട്ടർ FIP എന്നും പറയും. പിന്നെ എന്താണ്? റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഇൻലൈൻ പമ്പ് നമുക്ക് വളരെ പ്രാധാന്യമുള്ള പമ്പല്ല, മറിച്ച് ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് പമ്പാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലിനാണേലും ശരി, തിയറി എക്സാമിനാണേലും ശരി, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൂടുതലായിട്ടും റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ്. അപ്പോൾ എന്താണ് റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ആ ഫിഗറാണ് എന്തെന്ന് പറയുന്നത്? റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. അപ്പോൾ ഈ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ഡ്രൈവ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിനെ വർക്ക് ചെയ്യിക്കുന്നത് നമ്മൾ എൻജിനിൽ നിന്നുള്ള ഡ്രൈവ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ FIP വർക്ക് ചെയ്യണമെങ്കിൽ എൻജിനിൽ നിന്ന് എന്ത് ചെയ്യണം? ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഡ്രൈവ് നമുക്ക് ബെൽറ്റ് വഴിയോ ത്രൂ ചെയിൻ വഴിയോ അല്ലെങ്കിൽ ഗിയർ വഴിയോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡ്രൈവ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡ്രൈവ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ FIP എന്ന് പറയുന്ന ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിനെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലോർത്ത് വെക്കുക. അപ്പോൾ ഒരു ചോദ്യം നമുക്കിപ്പോൾ തന്നെ കിട്ടി. എന്താണ്? ഒന്നല്ല 2 ചോദ്യം അല്ലേ. FIPയുടെ ഫുൾ ഫോം ചോദിക്കാം. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്, അത് പഠിച്ചു വെക്കുക ആദ്യം തന്നെ. പിന്നെ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ഡ്രൈവ്, ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിന് ഡ്രൈവ് കൊടുക്കുന്നത് എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ്. ക്യാം ഷാഫ്റ്റ് അല്ല, ഓർത്തോണം. ക്യാം ഷാഫ്റ്റ് അല്ല, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് FIPക്ക് ഡ്രൈവ് കൊടുക്കുന്നത്. അത് ഗിയർ വഴിയാവാം, ചെയിൻ വഴിയാവാം, അത് ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ചിരിക്കും. ഓക്കെ, ഏത് വഴി വേണം നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈവ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് FIP, അല്ലെങ്കിൽ FIPയുടെ വർക്കിംഗ് എങ്ങനെയാണ്? ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിന് ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഫിഗർ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു 6
ഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ടത്. ഇനിയും നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വർക്കിംഗ് പറയാം. ആ വർക്കിംഗ് ഒരു 3-4 തവണ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെന്ന് അതിൻ്റെ നോട്ട് എഴുതേണ്ടത്. നോട്ട് ഞാൻ കാണിക്കാം. ഇതാണ് വർക്കിംഗ് ഓഫ് FIP. മൊത്തം ഒരു 4 പാരഗ്രാഫാണുള്ളത് ആ നോട്ട്. അപ്പോൾ 4 പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് അതേപടി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പിക്ചറിനകത്ത് നിങ്ങളെ ഓരോ ഭാഗങ്ങളെയും കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനകത്ത് സ്കിപ്പ് ചെയ്യാനില്ല. ഈ 4 പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ജസ്റ്റ് നമുക്ക് ആ റെക്കോർഡിലേക്കും നോട്ടിലേക്കും എഴുതേണ്ടി വരും. 4 പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പാരഗ്രാഫാണ്, 2 ബാക്കി 3 കുഞ്ഞു പാരഗ്രാഫാണ്, ഒരെണ്ണമാണ് ഇത്തിരി വലിയ പാരഗ്രാഫുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾ ഈ നോട്ട് വായിച്ച് നോക്കി എന്ത് ചെയ്യുക, ഒന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ഫിഗർ വീണ്ടും ഒന്ന് സൂം ചെയ്യുവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഏതാണ്, ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടറി ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അതിനു മുമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്ലഞ്ചറാണ്. 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, പ്ലഞ്ചറാണ്. ഈ പ്ലഞ്ചർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്, മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യും. ഇത് മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യിക്കുന്നത് നമ്മളുടെ ഒരു ക്യാം ഷാഫ്റ്റ് ഉണ്ട്. ഈ FIP എന്ന് പറയുന്ന ഫ്യൂവൽ നമ്മുടെ എൻജിൻ ക്യാം ഷാഫ്റ്റ് അല്ല, ഈ FIP എന്ന് പറയുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനകത്തൊരു ചെറിയ ക്യാം ഷാഫ്റ്റ് ഉണ്ട്, ഒരു കുഞ്ഞ് ക്യാം ഷാഫ്റ്റ്. ആ ക്യാം ഷാഫ്റ്റിൻ്റെ ക്യാമുകളാണ് ഈ പ്ലഞ്ചറിനെ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലഞ്ചറുകൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് മൊത്തം ഭാഗങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തില്ല. ഏറ്റവും ബോട്ടം സൈഡിൽ, അതായത് 1 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, പ്ലഞ്ചറാണ്. ആ പ്ലഞ്ചറിന് മൂവ് ചെയ്യാനുള്ള ഭാഗം, ആ മൂവ് ചെയ്യാനുള്ള പോർഷനാണ് 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ, 2. അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പ്ലഞ്ചർ മൂവ് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. ആ 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ബാരൽ എന്ന് പറയുന്നത്, ബാരൽ. ഓക്കെ, അപ്പോൾ 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ബാരലാണ്. 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്ലഞ്ചറാണ്, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബാരലാണ്. 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്ലഞ്ചർ, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബാരലാണ്. ബാരലിനകത്തൂടെയാണ് ഇത് അപ്പ് ആൻഡ് ഡൗൺ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ താഴെയാണ്, ഏറ്റവും ടോപ്പ് താഴെയായിട്ടാണ് ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി തൊട്ട് മുകളിൽ 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഡെലിവറി വാൽവ് എന്ന് പറയുന്നത്. 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡെലിവറി വാൽവ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 3-ന് തൊട്ട് മുകളിലായിട്ട് 4 അടയാളപ്പെടുത്തിയിരിക്കണം അല്ലേ, അതാണ് ടെൻഷൻ സ്പ്രിങ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരു ടെൻഷൻ സ്പ്രിങ് ആ വാൽവിനെ ക്ലോസ് ചെയ്ത് വെക്കാൻ, ഓപ്പൺ ചെയ്യാനുമായിട്ടുള്ള സഹായത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടെൻഷൻ സ്പ്രിങ്ങിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഔട്ട്ലെറ്റാണ്, അതായത് ഈ FIPയുടെ ഔട്ട്ലെറ്റ് ലൈനാണ്, വെളിയിലോട്ട് ഫ്യുവലിനെ വിടുന്ന ഔട്ട്ലെറ്റ് ലൈനാണ്. അതായത് വെളിയിലോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്, ഫ്യുവൽ ലൈനാണ്. അത് ആ ലൈൻ എങ്ങോട്ടാണ് പോകുന്നത്, നേരെ ഇഞ്ചക്ടറിലോട്ടാണ്. മറന്നു പോകരുത്, FIPയിൽ നിന്നും ഫ്യുവലിനെ ഡെലിവറി ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഇഞ്ചക്ടറിലോട്ടാണ്. അപ്പോൾ 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ലൈൻ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇഞ്ചക്ടറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്, ആ പിക്ചറിൽ തന്നെ നോക്കുക. പിക്ചറിൽ ഓരോ അക്കങ്ങളും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 1, 2, 3, 4, 6 ആണ് പറഞ്ഞിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞത് എന്താണ്, പ്ലഞ്ചറാണ്. 2 എന്നറിയപ്പെടുന്നത് എന്താണ്, 2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബാരലാണ്. 3 ഡെലിവറി വാൽവാണ്. 4 റിട്ടേൺ സ്പ്രിങ് അഥവാ ടെൻഷൻ സ്പ്രിങ് ആണ്. 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ഔട്ട്ലെറ്റ് ലൈനാണ്, ഇഞ്ചക്ടറിലേക്ക് പോകുന്ന ലൈനാണ്. 5 കൺട്രോൾ റാക്കാണ്. കൺട്രോൾ റാക്ക് എന്തിനാണ് കൺട്രോൾ റാക്ക് എന്നുള്ളത് നമുക്ക് അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ പറയാം. കൺട്രോൾ റാക്കാണ്, കൺട്രോൾ റാക്ക്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒരു ബാൻജോ ബോൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ആ ബാൻജോ ബോൾട്ട് എന്ന് പറയുന്ന ആ ബാൻജോ ബോൾട്ടാണ് ഈ FIPയുടെ ഇൻലെറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് FIPക്ക് അകത്തേക്ക് ഫ്യൂവൽ കയറിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട് അല്ലേ. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ അത് അടയാളപ്പെടുത്തിയിട്ടില്ല. അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഇൻലെറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ.
ഡെലിവറി ലൈൻ കൊടുത്തിട്ടുണ്ട് 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ, ഇഞ്ചക്ടറിലേക്ക് പോകാനുള്ള. അതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. FIPയുടെ ഔട്ട്ലെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് 6നെ വിളിക്കാം, പുറത്തേക്ക് പോകുന്നത്. ഇൻലെറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇൻലെറ്റ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അത് അടയാളപ്പെടുത്തിയിട്ടില്ല, അത് വിട്ടുപോയതായിരിക്കും അവർ. ഓക്കെ, ടെസ്റ്റ് അടിച്ചപ്പോൾ. അപ്പോൾ ആ ബാഞ്ചോ ബോൾട്ട് കാണുന്നതാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, ടോപ്പിൽ ആ സൈഡിലായി കാണുന്നതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ബാഞ്ചോ ബോൾട്ട്. അതാ ബാഞ്ചോ ബോൾട്ട് എന്ന് പറയുന്നത് ഇൻലെറ്റാണ്. നമ്മുടെ ഈ ഫീഡ് പമ്പിൽ നിന്നും വരുന്ന ഫ്യുവലാണ് എങ്ങോട്ട് വരുന്നത്, FIPയിലേക്ക് വരുന്നത്. അപ്പോൾ FIPയുടെ ഇൻലെറ്റാണ് ആ ബാഞ്ചോ ബോൾട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വർക്കിംഗ് പറയാം. എന്താണ് ഈ FIPയുടെ അഥവാ ഡിസ്ട്രിബ്യൂട്ടർ ഓർ റോട്ടർ ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ്? അപ്പോൾ ഭാഗങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒന്നെന്നറിയപ്പെടുന്നത് എന്താണ്, പ്ലഞ്ചറാണ്. രണ്ടെന്നറിയപ്പെടുന്നത് ബാരലാണ്. 3 ഡെലിവറി വാൽവാണ്. 4 സ്പ്രിങ് അല്ലേ, ടെൻഷൻ സ്പ്രിങ് ആണ്. 5 കൺട്രോൾ റാക്കാണ്. 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ഔട്ട്ലെറ്റാണ്, വെളിയിലേക്ക് പോകുന്ന ലൈൻ. ഔട്ട്ലെറ്റ് ലൈനെന്നോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇഞ്ചക്ടറിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ്, ഫ്യുവൽ അതായത് ഫീഡ് പമ്പിൽ നിന്നും ഫ്യുവൽ എന്ത് ചെയ്യുന്നു, നേരെ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിനകത്തേക്ക് വരുന്നു. ഇപ്പം ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പിനകത്തേക്ക് വരുമ്പോൾ പ്ലഞ്ചർ ബോട്ടം സൈഡിലായിരിക്കും. അതായത് പ്ലഞ്ചർ എപ്പോഴും എന്തായിരിക്കും, താഴത്തെ സൈഡിലായി താഴത്തോട്ട് വന്ന് നിൽക്കുമായിരിക്കും. അങ്ങനെ താഴത്തേക്ക് വന്ന് നിൽക്കാൻ നേരത്ത് ഓൾറെഡി ഇൻലെറ്റ് വഴി കയറുന്ന ഫ്യൂവൽ എന്ത് ചെയ്യും, FIPക്കകത്ത് ഫില്ലാകും. ഫില്ലായി കഴിയാൻ നേരത്ത് എന്താണ്, ബാരലിനകത്ത് ഉൾപ്പെടെ എല്ലായിടത്തും എന്ത് ചെയ്യും, ഫ്യൂവൽ ഫില്ലാകും. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുകയാണ്, പ്ലഞ്ചർ നേരെ താഴെ വന്ന് നിൽക്കുവാണ്. ഈ താഴെ വന്ന് നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂവൽ ഫില്ലാകുന്നത്. ഫ്യൂവൽ ഫില്ലായി എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് റിട്ടേൺ ലൈൻ കൊടുത്തിട്ടുണ്ട് വെളിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എക്സസ് ആയി കഴിഞ്ഞാൽ ലീക്ക് ആവരുത്, റിട്ടേൺ എന്ത് ചെയ്യണം, വെളിയിലോട്ട് പോകണം. അപ്പോൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഫീഡ് പമ്പ് എന്ത് ചെയ്യും, ചിലപ്പോൾ കൂടുതലായിട്ട് ഫ്യൂവലിനെ FIPയിലേക്ക് വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിട്ടാലും എന്ത് ചെയ്യാം, നമുക്കത് വെളിയിലേക്ക് കളയാനായിട്ടുള്ള ലൈനുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അത് നമ്മൾ പിന്നീട് ക്ലാസ്സിൽ വരാൻ നേരത്ത് അത് കാണിച്ചു തരാം. അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞാൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ ഒരു എക്സസ് ആയിട്ട് വന്നാൽ വെളിയിലോട്ട് പോകാനായിട്ടുള്ള ഒരു ലൈനുണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇതിനകത്തേക്ക് വരുന്ന ഫ്യൂവൽ എത്തുന്നു. ബാരൽ ഉൾപ്പെടെ എല്ലാ ലൈനുകളും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡെലിവറി വാൽവ് വരെ എന്ത് ചെയ്യുന്നു, ഫ്യൂവൽ എത്തി നിൽക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ പറഞ്ഞിരിക്കുന്ന FIPക്കകത്തുള്ള ഒരു റോക്കർ ഷാഫ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ക്യാം ഷാഫ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവുകയും ആ ക്യാം ഷാഫ്റ്റിലെ ക്യാമിൻ്റെ റൊട്ടേഷൻ മൂലം ഈ പ്ലഞ്ചർ എന്ത് ചെയ്യുന്നു, അപ്വേഡ് മുകളിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ ആ മുകളിലേക്ക് വരുന്ന ഇതിൽ എന്ത് ചെയ്യുന്നു, ഈ ഫ്യൂവലിനെ കംപ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു, പ്രഷർ ചെയ്യുന്നു. അപ്പോൾ പാർഷ്യലി മുകളിലേക്ക് എത്തുന്ന ആ പ്ലഞ്ചർ മുകളിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും, ഈ ലൈൻസ് എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും അല്ലെങ്കിൽ ക്ലോസ്ഡ് ആവും. അങ്ങനെ ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അതിനകത്ത് കിടക്കുന്ന ഫ്യൂവലിന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാകും. അങ്ങനെ എത്തി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന പ്ലഞ്ചർ മുകളിലോട്ട് തന്നെ എന്ത് ചെയ്യും, അപ്പ് ചെയ്യും അല്ലേ, അപ്വേഡ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മുകളിലോട്ടാണ് ഈ പ്ലഞ്ചർ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ബോട്ടം നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ വന്ന് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത സ്ട്രോക്കാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്ലഞ്ചറിനെ മുകളിലോട്ട് തള്ളുന്നത്. അത് തള്ളുന്നത് ആരാണ്, ക്യാം ഷാഫ്റ്റിലുള്ള ഒരു ക്യാമാണ്. നമുക്കറിയാം ഇതിനകത്തുള്ള ഒരു കുഞ്ഞ്, നമ്മുടെ സാധാരണ എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റ് അല്ല, FIPയിൽ എന്തുണ്ട്, ഒരു കുഞ്ഞു ക്യാം ഷാഫ്റ്റ് ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്, ക്യാമുകളുണ്ട്. ആ ക്യാമുകളാണ് ഈ പ്ലഞ്ചറിനെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ പ്ലഞ്ചർ മൂവ് ചെയ്ത് മുകളിലോട്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ലൈനുകളെല്ലാം ക്ലോസ് ആവും. അങ്ങനെ ക്ലോസായി നിൽക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു, പ്രഷറൈസ് ചെയ്യുന്നു. അങ്ങനെ പ്രഷറൈസ് ചെയ്തതിന് ശേഷം പ്ലഞ്ചർ ടോപ്പിലെത്തുമ്പോൾ ഈ പ്രഷറൈസ് ചെയ്ത ഫ്യൂവൽ എന്ത് ചെയ്യും, ആ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും, ഡെലിവറി വാൽവിനെ ഓപ്പൺ ചെയ്യും. ഡെലിവറി വാൽവ് ആ 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഡെലിവറി വാൽവ്. 1ഉം 2ഉമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്ലഞ്ചറും ബാരലും. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് പ്ലഞ്ചർ ടോപ്പിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലഞ്ചർ താഴത്ത് ബോട്ടം നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ അകത്തേക്ക് കയറുന്നതും ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്ട്രോക്കിൽ പ്ലഞ്ചർ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂവലിനെ കംപ്രസ് ചെയ്യുന്നതും പ്രഷറൈസ് ചെയ്യിക്കുന്നതും ചെയ്യുന്നത്. അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ആ ഫ്യൂവലിൻ്റെ പ്രഷർ മൂലം എന്ത് സംഭവിക്കും, 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും ആ ഡെലിവറി വാൽവ് വഴി നേരെ എങ്ങോട്ട് പോകും, ഔട്ട്ലെറ്റിലേക്ക് ഫ്യൂവൽ പോവുകയും ചെയ്യും. ഇങ്ങനെ ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ഫ്യൂവലിനെ നേരെ എന്ത് ചെയ്യും,
ഔട്ട്ലെറ്റ് ലൈൻ വഴി ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിനകത്തെ ഫ്യൂവൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷറൈസ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ റാക്ക് എന്ന് പറയുന്നത് അവൻ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സക്ഷൻ കംപ്രഷൻ പവർ, ആ പവർ സ്ട്രോക്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ എത്തേണ്ടത് അല്ലേ. അപ്പോൾ കൺട്രോൾ റാക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെ കൊടുക്കുന്നത്, ഫ്യൂവലിനെ കറക്റ്റായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് കൺട്രോൾ റാക്ക് എന്ത് ചെയ്തിരിക്കുന്നത് വെക്കുന്നത്. കൺട്രോൾ റാക്ക് ആരെ, പ്ലഞ്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നു. പ്ലഞ്ചർ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, പ്രഷറൈസ് ചെയ്യാനും താഴത്തേക്ക് പോരാനും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്ലഞ്ചറിനെ വർക്ക് ചെയ്യിക്കുന്നത് ആരാണ്, കൺട്രോൾ റാക്കാണ്. 5 എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന കൺട്രോൾ റാക്കാണ്. ഈ കൺട്രോൾ റാക്കാണ് ആര്, പ്ലഞ്ചറിനെ വർക്ക് ചെയ്യിക്കുന്നത്. ഈ പ്ലഞ്ചർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഡൗൺ വേഡ് മൂവ്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫീഡ് പമ്പിൽ നിന്നുള്ള ഫ്യൂവൽ ഡയറക്റ്റ് നേരെ ത്രൂ എങ്ങോട്ട് വരുന്നത്, FIPയിലേക്ക് വരുന്നത്. FIPയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്ട്രോക്കാണ് ഈ പറഞ്ഞ പ്ലഞ്ചർ മൂവ് ചെയ്ത് മുകളിലോട്ട് വരുന്നു. അങ്ങനെ മുകളിലോട്ട് വരുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ലൈൻസ് എല്ലാം ക്ലോസ് ആകുന്നു. ഇതിനകത്ത് കിടക്കുന്ന ഫ്യൂവലിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തതിന് ശേഷം എന്ത് പറ്റും, കംപ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് അതിനെന്ത് ചെയ്യും, പ്രഷറൈസ് ചെയ്യും. പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ മൂലം എന്ത് ചെയ്യുന്നു, അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ മൂലം ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും സ്പ്രിങ്ങിനെ മുകളിലോട്ട് തള്ളിക്കൊണ്ടാണ് അല്ലേ, സ്പ്രിങ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ആ വാൽവ് അടഞ്ഞിരിക്കുകയാണ്. പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും, ആ ഡെലിവറി വാൽവിനെ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഡെലിവറി വാൽവിനെ ഓപ്പൺ ചെയ്ത് ആ പ്രഷറൈസ് ചെയ്ത ഫ്യൂവൽ അങ്ങോട്ട് പോകും, ഔട്ട്ലെറ്റ് വഴി ഇഞ്ചക്ടറിലേക്ക് പോവുകയും പവർ സ്ട്രോക്കിൽ ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഇഞ്ചക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അത് നമ്മൾ അടുത്ത കമ്പോണൻ്റാണ് ഇഞ്ചക്ടർ പഠിക്കുന്നത്, അതിനകത്ത് പറയാം എങ്ങനെയാണ് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്, അത് ഏത് ടൈപ്പിലൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഇതിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ, എത്ര പ്രഷറിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഏകദേശം നമുക്ക് ആ നോട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് 400 മുതൽ 700 ബാർ പ്രഷർ വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നമുക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 400 മുതൽ 700 ബാർ പ്രഷർ വരെയാണ്. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്, ആ ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും നേരെ ഔട്ട്ലെറ്റിലേക്ക് ഫ്യൂവൽ പ്രഷറൈസ് ചെയ്ത് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിളാണ്. ഒന്ന് കറക്റ്റായിട്ടൊരു 3-4 തവണ ഈ ക്ലാസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് കേൾക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നോട്ട് എഴുതാൻ നോട്ട് ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇതിൻ്റെ PDF നോട്ടാണ് നമ്മൾ അയച്ചു തരുന്നത്. ഫിഗർ കറക്റ്റായിട്ട് വരക്കുക, നോട്ടുകൾ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു 4-5 തവണ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ 6 ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻലെറ്റ് അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇൻലെറ്റ് നിങ്ങൾ വരച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക, ഇൻലെറ്റ് അടയാളപ്പെടുത്തുക. ബാക്കി 5-6 ഭാഗങ്ങളും അടയാളപ്പെടുത്തുക. 1 എന്ന് പറയുന്നത് എന്താണ്, പ്ലഞ്ചറാണ്. 2 എന്നറിയപ്പെടുന്നത് എന്താണ്, ബാരലാണ്. 3 ഡെലിവറി വാൽവാണ്. 4 സ്പ്രിങ് ആണ്. 5 എന്നറിയപ്പെടുന്നത് കൺട്രോൾ റാക്കാണ്. 6 എന്നറിയപ്പെടുന്നത് ഔട്ട്ലെറ്റാണ്. FIPയുടെ ഔട്ട്ലെറ്റ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, ഇഞ്ചക്ടറിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടുകൾ, ഓരോ ഭാഗങ്ങളും, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നോട്ട് വായിക്കാൻ പോകാവുള്ളൂ. കാരണം ആ നോട്ടിൽ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളത് ഈ ഭാഗങ്ങളെല്ലാം അറിയാമെങ്കിൽ ആ നോട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൈൻഡിലേക്ക് അത് കയറിക്കോളും. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, മൈൻഡിലേക്ക് അത് വരും ഓരോ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, എങ്ങനെയാണ് പ്ലഞ്ചർ താഴത്തേക്ക് പോകുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് താഴത്തേക്കും മുകളിലോട്ടും പോകുന്നത് പ്ലഞ്ചർ. അത് ഒരു കാര്യം നമുക്കത് പറയാനില്ല. പിന്നെ ഈ പ്ലഞ്ചറിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആരുണ്ട്, ഒരു കൺട്രോൾ റാക്ക് എന്ന് പറയുന്ന ഒരു റാക്കുണ്ട്. ആ റാക്കിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് ടൈം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞിരിക്കുന്ന പ്ലഞ്ചർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത് എവിടെയാണ്, ബാരലിനകത്താണ് അല്ലേ, ഈ ബാരലിനകത്താണ്. അപ്പോൾ ബോട്ടം ഭാഗം, താഴത്ത് പ്ലഞ്ചർ ഏറ്റവും ബോട്ടത്തിലെത്തുമ്പോഴാണ് ആര് കയറുന്നത്, ഫ്യൂവൽ അകത്തേക്ക് കയറുന്നത്. ഈ അകത്തേക്ക് കയറുന്ന ഫ്യൂവലിനെ പിന്നെ എന്താ ചെയ്യുന്നത്, പ്ലഞ്ചറും മുകളിലോട്ട് വരുന്ന കണ്ടീഷനാണ്, അടുത്ത സ്ട്രോക്കാണ്. അപ്പോൾ മുകളിലോട്ട് വരണമെങ്കിൽ ആര് കറങ്ങണം, ക്യാം ഷാഫ്റ്റ് കറങ്ങണം. ക്യാം ഷാഫ്റ്റ് കറങ്ങി അതിലെ ക്യാമാണ് ആരെ വർക്ക് ചെയ്യിക്കുന്നത്, പ്ലഞ്ചറിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കുന്നത്. മുകളിലോട്ട് തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അതിനകത്ത് കയറിയിരിക്കുന്ന ഫ്യൂവൽ മുഴുവൻ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്യാൻ നേരത്ത് ലൈനുകളെല്ലാം എന്താണ്, മുകളിലോട്ട് വരുന്നതനുസരിച്ച് ലൈനുകളെല്ലാം എന്താണ്, ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂവൽ എന്ത് ചെയ്യും, പ്രഷറൈസ് ചെയ്യും. ആ പ്രഷർ മൂലം ഡെലിവറി വാൽവ് എന്ത് ചെയ്യും, ഓപ്പൺ ആവുകയും ഡെലിവറി വാൽവ് വഴി നേരെ ഔട്ട്ലെറ്റിലേക്ക് ഫ്യൂവൽ എത്തുകയും
ഔട്ട്ലെറ്റ് വഴി നേരെ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂവൽ പോവുകയും ചെയ്യും. ഇഞ്ചക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, സക്ഷൻ, കംപ്രഷൻ, പവർ സ്ട്രോക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡീസലിനെ ഇഞ്ചെക്ട് ചെയ്യണം. അവിടെ എന്ത് ചെയ്യുന്നു, ഡീസൽ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ അവിടെ നടക്കും. ആ പ്രോസസ്സ് അടുത്ത ഭാഗത്തിലാണ് നമ്മൾ ഇഞ്ചക്ടർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഓർ റോട്ടറി ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ച് വെക്കുക. ആ ഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ തനിയെ ഒന്ന് പറഞ്ഞു നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞേക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതല്ലാതെ ഭാരിച്ച രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്കിപ്പോൾ ഇത് വീഡിയോ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് അത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3-4 തവണ ഞാൻ ഇതിൽ തന്നെ ഒരു 4-5 തവണ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് അല്ലേ, ഇതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ, അതിൻ്റെ വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 തവണ കേൾക്കുമ്പോൾ തന്നെ എന്താണ്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിനുശേഷം നോട്ടൊന്ന് വായിച്ച് നോക്കുക. ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതുക, റെക്കോർഡിലേക്ക് എഴുതുക, റെക്കോർഡിൽ എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഫ്യൂവൽ ആൻഡ് ഫ്യൂവൽ സിസ്റ്റത്തിലെ FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വരെ നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതിനുശേഷം ഇഞ്ചക്ടർ കഴിഞ്ഞാൽ കമ്പോണൻസ് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫ്യൂവലിൻ്റെ ടൈപ്സുകളും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞതിന് ശേഷം ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിലെ മെയിനായിട്ടുള്ള CRDI കോമൺ ട്രയൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം കൂടി എടുത്തു കഴിയുമ്പോൾ ഡീസൽ ഫ്യൂവൽ സിസ്റ്റം കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ പോകുന്നത് പെട്രോൾ ഫ്യൂവൽ സിസ്റ്റത്തിലേക്കാണ്. അവിടെയും ഇതേപോലെ തന്നെ കമ്പോണൻസ് പഠിക്കാനുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കണം. അതിനുശേഷം അവിടുത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MBFI സിസ്റ്റം കൂടി പഠിക്കുമ്പോഴാണ് ഫ്യൂവൽ സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, താങ്ക് യു.